ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 104 സങ്കീർത്തനം 20 വാക്യത്തിൽ യഹോവയായ ദൈവം ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. വന്യമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ വന്യമൃഗങ്ങൾ സ്വയവേ അവരുടെ ഭവനത്തിലേക്ക്, അവരുടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്നു. മനുഷ്യർ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള വേലയ്ക്കായി തന്നെ. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൻ്റെ അനുഭവം, രാത്രിയുടെ അനുഭവം ഒരു ഭക്തന്റെ ജീവിതത്തിലെ പ്രത്യേകമായി ദൈവം നിശ്ചയിച്ച ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും. അല്പസമയത്തെ ഇരുട്ടിൻ്റെ അനുഭവം, രാത്രിയുടെ വേള നമുക്ക് വലിയ ഭയാനകമായ അനുഭവം തോന്നും. ഈ ഇരുട്ട് വരുമ്പോൾ, രാത്രി ഉണ്ടാകുമ്പോൾ വന്യമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. ഈ വന്യമൃഗങ്ങളുടെ സഞ്ചാരം മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടങ്ങളുമായി ഇത് ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളാണ്. ഇരുട്ട് ഭക്തന്റെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് രാവിലെ സമയം നമ്മോട് പറയുവാനുള്ളത്, ഇരുട്ട് സദാകാലത്തേക്കുമുള്ളതല്ല. ഇരുട്ടും രാത്രിയും ഒരു ഭക്തന്റെ ജീവിതത്തിലെ സദാകാല അനുഭവമല്ല. എല്ലാ കാലത്തും നിന്നെ ഇരുട്ടിലിടുവാനല്ല ദൈവം തെരഞ്ഞെടുത്ത് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇരുട്ടിൻ്റെയും അന്ധതമസിൻ്റെയും അനുഭവം ഇതാ സൂര്യൻ ഉദിക്കുമ്പോൾ ആരും പറയാതെ ഇരുൾ സ്വയമേ മാറിപ്പോകുന്നു. സർവശക്തനായവൻ, അതെ നീതി സൂര്യനായവൻ നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചു കഴിയുമ്പോൾ ഇരുളിൻ്റെയും രാത്രിയുടെയും അന്ധകാരത്തിൻ്റെയും വന്യമൃഗങ്ങളുടെ സഞ്ചാരത്തിൻ്റെയും അനുഭവം നിലയ്ക്കുകയാണ്. പിന്നത്തേതിൽ മനുഷ്യർ തൻ്റെ പണിക്കായി പുറപ്പെടുന്നു. എപ്പം വരെ? രാത്രി വരെ, സന്ധ്യ വരെയുള്ള വേല എന്ന് വെച്ചാൽ അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മരണം വരെയും നിലനിൽക്കുന്ന ദൈവപ്രവൃത്തിയിലേക്ക് അവൻ പിന്നീട് വരികയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഈ രാത്രിയുടെ അനുഭവം കണ്ടിട്ട് വല്ലാതെ വേദനപ്പെടാറുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ നാം ഇരുട്ടിൻ്റെയും അതേ പ്രവൃത്തികളെ കണ്ട് വേദനപ്പെടുകയാണ്. എന്നേക്കുമുള്ള ഒരു വിഷയമല്ല. സർവശക്തനായവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും, പ്രതികൂല സാഹചര്യങ്ങളെ നീക്കും, ഇരുട്ടിനെ മാറ്റി നീതി സൂര്യനായവൻ നമുക്ക് വേണ്ടി ഉദിക്കും. പിന്നത്തെ ഇതാ നാം നമ്മുടെ പ്രവൃത്തിക്കായി ഇറങ്ങും. നമ്മുടെ പ്രവൃത്തി എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് നേടുക, ക്രിസ്തുവിനായി ജീവിക്കുക. മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നതൊക്കെ നൽകി തരുവാൻ ദൈവം വിശ്വസ്തന. ആകയാൽ ഇരുളിനെ കണ്ട് ഭയപ്പെടേണ്ട. വെളിച്ചം ഇരുളിനെ കീഴടക്കും.